ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സബ്സിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്, അതുപോലെ പോലീസുകാരും ഉണ്ട്. അങ്ങനെ നവീൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഫോട്ടോ കണ്ട് ആകെപ്പാടെ ഞെട്ടി നിൽക്കുന്ന ശ്രുതി. ഏതായാലും പോലീസുകാരൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചോദിച്ചു, അല്ല സച്ചിക്ക് ആ പെൺകുട്ടീനെ കുറിച്ച് വല്ല വിവരം അറിയാമോ എന്ന്. അപ്പോൾ സച്ചിയാണെങ്കിൽ അത് പിന്നെ സാറേ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹേയ് ഒന്നും പറഞ്ഞില്ല സാറേ, എനിക്കൊന്നും അറിയില്ല. ആ പെൺകുട്ടി ഏതാണോ ആരാണോ എന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ പേരൊന്നും അയാൾ ഇതുവരെ ഫോണിൽ കൂടെ പറയുന്നൊന്നും ഞാൻ കേട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് കേസ് അന്വേഷിച്ചേ പറ്റൂ, ആ പെൺകുട്ടി ആരാണെന്നൊന്ന് അറിയണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ ശ്രുതി ഇങ്ങനെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ ചന്ദ്ര പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസുകാരോട്, എൻ്റെ പൊന്ന് സാറേ, ഇവൻ്റെ വണ്ടിയിലുണ്ടല്ലോ, ഇവൻ്റെ വണ്ടിയിൽ കയറുന്നവരെല്ലാം ഇങ്ങനെയാണ്, ഇവൻ്റെ വണ്ടിയിൽ കെട്ടവന്മാർ മാത്രമേ കയറത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം അത് ശരിയാ സാറേ, എൻ്റെ വണ്ടിയിൽ കെട്ടവന്മാർ മാത്രമേ കയറത്തുള്ളൂ. അതും കൊണ്ടാണല്ലോ അതെ ഈ നിൽക്കുന്ന ഈ സ്ത്രീയുടെ മകൻ ഇന്ന് എൻ്റെ കല്യാണത്തിന് കയറി വന്നത്, എൻ്റെ കാറിൽ കയറി വന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടി എൻ്റെ പൊന്നു ചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി ചോദിച്ചു, അല്ല സാറേ അയാൾ എന്തു പറ്റി എന്നിട്ട് അയാൾക്ക് എന്ന് ചോദിച്ചപ്പം വേറെ ഒന്നുമല്ല, അയാൾക്ക് കുറച്ച് പറ്റിയിട്ടുണ്ട്, അയാൾ ഇനിയിപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെ സംശയമാണ്. 12 മണിക്കൂർ കഴിഞ്ഞിട്ടേ അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പെട്ടെന്നാണെങ്കിൽ നമ്മുടെ മീര പറയുകയാണ്, ഇടി ശ്രുതി, അപ്പോൾ ആക്സിഡൻ്റ് ആയതുകൊണ്ടാണ് അയാൾ വരാതിരുന്നത്. അതേ മീരെ എന്നിങ്ങനെ അവർ പതുക്കെ പറഞ്ഞു. അങ്ങനെ പോലീസ് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, സച്ചിക്ക് വേറൊന്നും തോന്നരുത്, ബുദ്ധിമുട്ടൊന്നും ആകരുത്, ഇടയ്ക്ക് ഞങ്ങളൊന്ന് വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല സാറേ, വിളിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഒരു മെസ്സേജ് വരികയാണ് തൊട്ടടുത്ത് നിന്ന പോലീസിൻ്റെ ഫോണിൽ. അപ്പോഴത്തേക്കും എന്താ ആടോ ഒരു മെസ്സേജൊക്കെ വന്നിട്ട് താനിങ്ങനെ നോക്കുന്നതെന്ന് CI ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇത് വേറൊരു മെസ്സേജും അല്ല സാറേ, ആ പെണ്ണിൻ്റെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒന്ന് വിളിച്ച് നോക്കണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ സാറേ, വിളിക്കാമല്ലോ എന്നും പറഞ്ഞു ആ കോൺസ്റ്റബിൾ വിളിച്ചപ്പോഴത്തേക്കും ചെല്ലുന്നത് അങ്ങോട്ടാണ്, നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക്. അവിടെ നിന്ന് എല്ലാവരും ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. ശ്രുതിയുടെ ഫോണാണ് റിങ് ചെയ്യുന്നത്. എല്ലാവരും ആ ഫോണിലേക്ക് തന്നെ നോക്കുക. അപ്പം പോലീസുകാരൻ കയറി പതുക്കെ ഇങ്ങ് വന്നിട്ട്, അയ്യോ ഈ ഇരിക്കുന്ന ഫോണാണല്ലോ ബെല്ലടിക്കുന്നത്, ഇത് ആരുടെ ഫോണാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, അത് സാറേ ഇത് എൻ്റെ ഫോണാന്ന് പറഞ്ഞു. അങ്ങനെ ആകെപ്പാടെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ സൂം ചെയ്ത് നമ്മളെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പെട്ടെന്ന്, ഇപ്പം ഇത് ഒരു പുതിയ ട്വിസ്റ്റാണല്ലോ, അല്ല ഇവളും അവനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ചന്ദ്ര, മോളെ ശ്രുതി, എന്താ ഈ കേൾക്കുന്നത്, എന്താ മോക്ക് അവനെ അറിയാമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പോലീസുകാരനെ ചോദിച്ചു, അല്ല കുട്ടിക്ക് അവനുമായിട്ട് പരിചയമുണ്ടോ, ഇനിയിപ്പം കുട്ടീനെ ആണോ അയാൾ വിളിച്ചത്? ചെറിയൊരു സംശയമുണ്ട്. അതുമല്ല, അയാളെ അടിച്ചത് സച്ചി, പിന്നെ അയാൾ വിളിച്ചത് ഈ വീട്ടിലെ ഈ പെണ്ണിനെ. അപ്പം ഇയാൾ പറഞ്ഞിട്ടാണോ സച്ചി, ഈ പെണ്ണ് പറഞ്ഞിട്ടാണോ തല്ലിയത് അയാളെ? അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ അങ്ങനെയൊന്നും ചോദിച്ചിട്ടുണ്ട്, ഞാനെന്ത് പറയാനാ, എനിക്കറിയില്ല സാറേ. ഇവക്ക് എങ്ങനെ അയാളെ അറിയാം, എന്തൊക്കെയോ കള്ളക്കളി മണക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി പെട്ടെന്ന് ചെന്നിട്ട് ശ്രുതിയോട് ചോദിച്ചു, അല്ല ശ്രുതി, എന്താ ശ്രുതി ഈ കേൾക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ല നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ മീര വന്നിട്ട്, ഇന്ന് ശ്രുതിനെ ഒരാൾ രാവിലെ വിളിച്ചില്ലായിരുന്നോ, എന്തോ മേക്കപ്പ് ചെയ്യാൻ അങ്ങാണ്ട് ഭാര്യയ്ക്കുണ്ടെന്നൊക്കെ പറഞ്ഞ്, ഇനിയിപ്പോൾ അയാളായിരിക്കുമോ, അയാളാവാൻ ചാൻസ് ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് പെട്ടെന്നാണെങ്കിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട്, ഇന്നൊരു അൺനോൺ നമ്പർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന്. അപ്പോഴാണ് ശ്രീകാന്ത്, അല്ല ഏടത്തി ഒരു ലേഡീസ് ബ്യൂട്ടി പാർലറിലല്ല നടത്തുന്നത്, പിന്നെ എന്തിനാ ഇയാളെ വിളിക്കുന്നത്? അയ്യോ അതല്ലേ ശ്രീകാന്തെ ഞാൻ പറഞ്ഞത്, ഭാര്യയ്ക്ക് വേണ്ടി എങ്ങാണ്ടാ വിളിച്ചത്, ഞാൻ പറഞ്ഞത് എൻ്റെ വിവാഹമാണ്, പാർലറിന് അവധിയാണെന്ന്. എന്നിട്ടൊന്നും അയാൾ കേട്ടില്ല, എന്നെ വിളിച്ചുകൊണ്ടേ ഇരുന്നു. പിന്നെ ഞാൻ കോൾ എടുക്കാനും പോയില്ല, കോള് കട്ട് ചെയ്തു. പിന്നെ അല്ലാതെ അയാളെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, അയാളാകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, ഓഹോ അത് ശരി, പറഞ്ഞാൽ അവധിയാണെന്ന് പറഞ്ഞിട്ടും എന്തിനായിരിക്കും അയാൾ
ഇവളെ വിളിച്ചോണ്ടിരുന്നത്? അപ്പം ഭാമ പറഞ്ഞു, സച്ചി പറഞ്ഞില്ലേ അയാളൊരു തെമ്മാടിയാണെന്ന്, അതും കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും, വെറും ഫ്രോഡുകളായിരിക്കും, അതും കൊണ്ടാണ് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിനിടയിൽ മടക്കുന്നുണ്ട്, അയാൾക്ക് ബോധം തെളിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിവരം കിട്ടത്തുള്ളൂ. ഏതായാലും ഇപ്പം ഞാൻ പോവുകയാണ്, വിളിക്കുമ്പം കുട്ടിയും കൂടെ വീട്ടിലേക്കല്ല സ്റ്റേഷനിലേക്ക് വരണം എന്നിങ്ങനെ നമ്മുടെ പോലീസുകാർ പറയുകയാണ് കേട്ടോ ശ്രുതിയോടും കൂടി. ഏതായാലും എന്നിട്ട് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നു. ആകെപ്പാടെ വെളുത്ത് നിൽക്കുന്ന നമ്മുടെ ശ്രുതിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഇനിയിപ്പോൾ നവീൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി പോകുന്ന നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ സച്ചി പറഞ്ഞു, എൻ്റെ കാറിൽ കയറിയവന് ഒരു ഫ്രോഡാണല്ലോ. അല്ല, എന്തിനായിരിക്കും എടാ ശ്രുതി നിൻ്റെ ഭാര്യനെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഏതായാലും ഇവള് പറഞ്ഞതേ നിൻ്റെ മണ്ടനായ ഭർത്താവ് വിശ്വസിക്കും കേട്ടോടി നീ പറഞ്ഞത്. അതുപോലെ എൻ്റെ അമ്മയും വിശ്വസിക്കുമായിരിക്കും, ബാക്കി എല്ലാവരും വിശ്വസിക്കുമായിരിക്കും. പക്ഷേ ആ പോലീസ് വിശ്വസിക്കാൻ പോകുന്നില്ല. ഏതായാലും അവരിപ്പം പോയി, വീണ്ടും വരും, സൂക്ഷിച്ചാൽ കൊള്ളാം. അപ്പോൾ നമ്മുടെ മീര പറഞ്ഞു, പോലീസ് വരട്ടെ പോലീസ് വരുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇവളൊരു തെറ്റും ചെയ്തില്ലല്ലോ, അയാൾ വിളിച്ച് ഇവളെ ശല്യപ്പെടുത്തി, അതിന് ഇവളെന്ത് പിഴച്ചു? അപ്പോൾ ചന്ദ്ര പറഞ്ഞു, അവന് ബോധം വരട്ടെ, എന്നിട്ട് പോലീസ് വരും, എന്നിട്ട് സച്ചി നിന്നെ ആയിരിക്കും സച്ചി തൂക്കിയെടുത്തോണ്ട് പോകുന്നത്. അല്ല, നീ അടി കൊടുത്തോണ്ടല്ലേ അവന് ആക്സിഡൻറ്റ് പറ്റിയത്? നോക്കാം ആരെയാണ് പോലീസ് തൂക്കിയെടുത്തോണ്ട് പോകുന്നതെന്നേ ചന്ദ്രമതി, നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നിർത്ത് മതി നിർത്തു വച്ചാ, ഏതായാലും വരാൻ പോകുന്നത് വഴി തങ്ങില്ലല്ലോ, ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ നമുക്ക് കാണാം, ഞാൻ പോവാ, എനിക്ക് ഓട്ടം ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എങ്കിൽ മോനെ ഒരു കാര്യം ചെയ്യാമോ, പൊക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു, എനിക്ക് റെസ്റ്റോറൻറ്റ് വരെ പോകണം, ഞാനും റെഡി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും അങ്ങ് പോയി. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ശ്രുതിനെ വിളിച്ചിട്ട്, മോളെ സത്യമായിട്ടും നിനക്ക് അവനെ അറിയില്ലേ? സത്യമാണോ മോളി പറയുന്നത്? അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അറിയില്ലെന്ന് പറഞ്ഞല്ലോ, വീണ്ടും എന്തിനാ മോളോട് ചോദിക്കുക, മോളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് അതിൻ്റെ കാര്യമുണ്ടോ? നല്ലൊരു നാളായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഏതവളുടെ കണ്ണുകൊണ്ടതാവോ, പിന്നെ ഏതവളുടെ കണ്ണാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, ചന്ദ്രേ ആരുടെയും കണ്ണും മൂക്കും വായും ഒന്നും കൊണ്ടിട്ടൊന്നുമില്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമതേ നീ പഴി ചാരുന്നത് ആരെയാണെന്നേ ഇവിടെ കേട്ട് നിൽക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം, അത് വേണ്ട, അത് നീ നിർത്തിക്കോളാൻ പറഞ്ഞു. ഏതായാലും രേവതി ഇത് കേട്ട് വിഷമത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം രേവതിക്ക് മനസ്സിലായല്ലോ രേവതീനെ തന്നെയാണ് പറഞ്ഞതെന്ന്. അങ്ങനെ രേവതിനെ വിളിച്ചുകൊണ്ട് അച്ഛമ്മ മോള് വാ മോളെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയിട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രയോട് പറഞ്ഞു, ആൻറ്റി എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. ചന്ദ്രയ്ക്ക് ആകെപ്പാട് ഒരു ചന്ദ്രയ്ക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ചന്ദ്ര എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലായതുകൊണ്ട് എന്തൊക്കെയോ ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി ഇങ്ങനെ കരഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും മീര അടുത്തുണ്ട്. അങ്ങനെ ശ്രുതി പറഞ്ഞു, എനിക്ക് വയ്യ എൻ്റെ പൊന്നു മീര, എന്തൊക്കെയാണ് നടക്കുന്നത്? നീ ടെൻഷൻ അടിക്കാതിരിക്കുക, ഇതുവരെ എല്ലാം ഓക്കെയാ, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. എടി നവീന് ബോധം വന്നു കഴിഞ്ഞാൽ എന്നെക്കുറിച്ചെല്ലാം പറയില്ലേ? അതിന് ബോധം വന്നില്ലല്ലോ, ബോധം വരുമ്പോഴല്ലേ കറക്റ്റ് സമയത്ത് തന്നെ അവന് തക്കതായ ശിക്ഷയും കിട്ടിയിട്ടുണ്ട്, അത് ദൈവം കൊടുത്തതാ. നീ ആയിട്ട് ഇവിടെയുള്ളവരിൽ സംശയം ഉണ്ടാക്കരുത്, വെറുതെ ഓരോന്ന് പറഞ്ഞ് നവീൻ്റെ കാര്യം നീ അങ്ങ് മറന്നേക്ക്. എന്തിനാ നവീൻ്റെ കാര്യം ഓർത്ത് ഇരുന്ന് നിൻ്റെ ഈ സന്തോഷ ദിവസം നശിപ്പിക്കുന്നത്? നീ സന്തോഷമായിട്ടിരിക്കുക, അതാ ചെയ്യേണ്ടത്. ഏതായാലും അയാൾക്ക് ഉടനെ ഒന്നും ബോധം വരാൻ പോകുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇറങ്ങുക, ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നവീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി എങ്കിൽ പിന്നെ ശരി പോയിട്ട് വാടി എന്നും പറഞ്ഞ് അവിടുന്ന് നമ്മുടെ മീരേനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ശ്രുതി ഓടിച്ചെന്ന് ചന്ദ്രനെ കെട്ടിപ്പിടിക്കുക. അപ്പം ചന്ദ്ര ചോദിച്ചു, എന്തു പറ്റി മോളെന്താ ഇപ്പം എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നത്? അല്ല എന്താ ഇത്ര വലിയ സന്തോഷം? അല്ല അമ്മയോട് എത്ര നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല. എന്തിനാ നന്ദി? അത് കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അമ്മായിയമ്മേനെ കിട്ടും, പക്ഷേ എനിക്കൊരു അമ്മേനെ കിട്ടിയില്ലേ? ആൻറ്റി കാരണമല്ലേ എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടിയത്. താങ്ക് യു സോ മച്ച് ആൻറ്റി. എൻ്റെ മോളെ, ഇത് നീ ഇങ്ങനെയൊന്നും പറയരുത്.
ദേ ഞാൻ നിന്നോടാ നന്ദി പറയേണ്ടത്. ദേ അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും പറയണ്ട. നിന്നെ എനിക്ക് ഒരു മകളായിട്ട് കിട്ടിയല്ലോ. പെൺമക്കളില്ലാത്ത ഒരു അമ്മയ്ക്ക് ഒരു പെൺകുട്ടീനെ കിട്ടി. അതല്ലേ ഞാനിപ്പം അത്രയ്ക്കൊക്കെ കരുതുന്നുള്ളൂ. പിന്നെ പണ്ടായിരുന്നെങ്കിലേ ഞാൻ നേരത്തെ കെട്ടിച്ച് എൻ്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവന്നേനെ. എങ്കിൽ പിന്നെ പലതും നടക്കില്ലായിരുന്നു. നീ ആകുമായിരുന്നു ഈ വീട്ടിലേക്ക് ആദ്യം കയറി വരുന്ന മരുമകൾ. പിന്നെ ഓരോ ദാരിദ്ര്യം പിടിച്ചവൾ ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടോണ്ടാട്ടോ നമ്മുടെ സച്ചി വരുന്നത്. സച്ചിയല്ല, രേവതി വരുന്നത്. അപ്പം രവീന്ദ്രൻ ഇത് കേട്ടിട്ട്, ചന്ദ്രേ നീ കൂടെ എന്തൊക്കെയാ ചന്ദ്ര ഈ വിളിച്ചു പറയുന്നത്? നിർത്തിക്കോ നിൻ്റെ സംഭാഷണം. പല തവണ ഞാൻ നിന്നോട് പറഞ്ഞു ഈ വാക്ക് ഉപയോഗിക്കരുതെന്ന്. മതി. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ തലയിൽ കയറണ്ട, ഞങ്ങളുടെ സന്തോഷവും കെടുത്തണ്ട. ഞാൻ ആ കേസ് അങ്ങ് വിട്ടേ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും രേവതി ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഒരു മരുമകളെ പുകഴ്ത്തി പറയുന്നു, ഒരു മരുമകളെ അടിച്ചു താഴ്ത്തുന്നു. ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ലല്ലോ. ഏതായാലും നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, ചന്ദ്ര മോളവിടെ ഇരിക്കുക, മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ. കല്യാണ സമയത്ത് മോളുടെ മുഖത്ത് ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മോളുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞത്. അത് പിന്നെ ആൻറ്റി, ഞാൻ അപ്പം ഒരു വിഷയത്തിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. അല്ല മോളെ, എന്ത് വിഷയമായിരുന്നു? അത് പിന്നെ ദേ ഞാനൊരു കാര്യം പറയട്ടെ ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, അച്ഛൻ വരാത്തതിൻ്റെ സങ്കടമാണല്ലേ. എത്ര ദേഷ്യത്തിലാണെങ്കിലും അച്ഛനല്ലേ ആവത്തുള്ളൂ. അല്ലാതെ വേറൊരാൾക്കും അച്ഛൻ്റെ സ്ഥാനം കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം മോളെ, നമുക്ക് അച്ഛനെ വിളിക്കാം. അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയും. അയ്യോ വേണ്ടേ ആൻറ്റി, അതിൻ്റെ കാര്യമില്ല. എനിക്ക് അച്ഛനെ വിളിക്കാൻ ഒരു താല്പര്യമില്ല. എനിക്ക് വേണ്ട, അച്ഛനുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു കോണ്ടാക്റ്റ് വെക്കുന്ന ഇഷ്ടമല്ല. ദേ ഞാൻ ഇപ്പോഴാണ് കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ആൻറ്റി ഇപ്പം സംസാരിക്കരുത്, അച്ഛനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ പാമ്പ് പറഞ്ഞു, വിടി ചന്ദ്രേ, ഒരു ദിവസം ദേ നമുക്ക് ഇവളുടെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഇവർ രണ്ടിൻ്റെ പിണക്കം അങ്ങോട്ട് മാറ്റണം. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവരെ രണ്ടുപേരെ ഹണിമൂണിന് വേണ്ടി അങ്ങ് മലേഷ്യയിൽ വിട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ശ്രുതി പറഞ്ഞു, എന്തിനാ അമ്മയെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ, ശ്രുതിക്ക് വല്ലാത്ത ടെൻഷനായി പോകും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, എൻ്റെ പൊന്നോ, നിൻ്റെ ഭാര്യയോട് ഞാൻ ഒന്നും പറയുന്നില്ലേ, ഇവളെ എൻ്റെ മോളും കൂടി ആട്ടോ, അത് നീ മറക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ചമ്മ ഇറങ്ങി വന്നത്. അപ്പോൾ അച്ചമ്മ ചോദിച്ചു, അല്ല എന്താ എല്ലാവരും കൂടെ ചിരിക്കുന്നത്, കൂടത്തിൽ നിന്ന് മോതിരം എടുക്കുന്ന ചടങ്ങ് നടത്തണ്ടേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, പിന്നെ അത് നടത്തണം, അതിനെക്കുറിച്ചൊന്നും ഇവർക്കറിയില്ലായിരിക്കും, ഈ നാട്ടിലൊന്നും ആ ചടങ്ങില്ല. അതെനിക്കറിയാം. ദേ നമുക്ക് ആ ചടങ്ങ് നടത്തണം. എൻ്റെ നാട്ടിൽ ആ ചടങ്ങുണ്ട്, കല്യാണം കഴിഞ്ഞ ദിവസം ആ ചടങ്ങ് നടത്തണം. തലമുറകളായിട്ട് ഞങ്ങൾ ആ ചടങ്ങ് നടത്താറുള്ളതാ. നിൻ്റെ ഇവളുടെ കല്യാണത്തിനെ നടത്തിയിരുന്നില്ലേ, മറന്നോടാ രവീന്ദ്ര നീ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ചെറിയൊരു നാണമൊക്കെ വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, മറന്നിട്ടൊന്നുമില്ല, പിന്നെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു ചടങ്ങ് നടത്തിയിരുന്നില്ലല്ലോ, അതുകൊണ്ട് വല്ലാത്തൊരു ഇതായിരുന്നു എനിക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് ആ ചടങ്ങ് നടത്താം, സച്ചിയുടെയും അതുപോലെ നമ്മുടെ ശ്രുതിയല്ല രേവതിയുടെയും കൂടെ ചടങ്ങ് നടത്താം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, വേണ്ട, അവരുടെ കല്യാണം കഴിഞ്ഞു പോയതല്ലേ, ഇനിയിപ്പോൾ എന്തിനാ ആ ചടങ്ങൊക്കെ നടത്തുന്നത്, ഇന്ന് കഴിഞ്ഞവരുടെ മാത്രം നടത്തിയാൽ മതി. ശരി ചന്ദ്ര, ശരി, പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ പറഞ്ഞു. അങ്ങനെ രവീന്ദ്രനെ വിളിച്ചുകൊണ്ട് നമ്മുടെ അച്ചമ്മ അങ്ങ് പോയി. ഇതിന് ശേഷം നമ്മുടെ രേവതി വരികയാണ്. അപ്പോൾ രേവതി റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, നീ അവിടെ നിന്നെ, നീ കുറച്ച് പപ്പടം വറുത്തെടുക്കണം, പിന്നെ കുടം എടുത്ത് കുറച്ച് മഞ്ഞളൊക്കെ കലക്കി വെള്ളം എടുക്കണം, പെട്ടെന്നെടുത്തേ. അതെ, സ്റ്റീലിൻ്റെ കുടം വേണം എടുക്കാൻ, അല്ലാതെ വേറൊരു കുടം എടുക്കല്ലോ. ദേ കുടം പിന്നെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം, അതും മറക്കരുതെന്ന് പറഞ്ഞു. ശരി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പോയി. രേവതി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നിന്നെ അതെ, പപ്പടം നന്നായിട്ട് പൊരിയണം, എണ്ണയുടെ ഒരു അംശം പോലും പക്ഷെ ഉണ്ടാകാനും പാടില്ല, അതുപോലെ വേണം വറുത്തെടുക്കാനും, പൊടിഞ്ഞും പോകാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതിനോട് എന്നാൽ നീ പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു, ആൻറ്റി എനിക്ക് മനസ്സിലായില്ല, എന്താ ഈ ചടങ്ങ്? അതെ, കുടത്തിലെ വെള്ളത്തിൽ മോതിരം ഇടും, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരേ സമയം കുടത്തിൽ കൈയിട്ട് ആ മോതിരം എടുക്കാൻ ശ്രമിക്കണം. ആരാണോ മോതിരം ഫസ്റ്റ് എടുക്കുന്നത് അവരാണ് പപ്പടം വെച്ച് ഉടയ്ക്കേണ്ടത്. അതുപോലെ ഇവൻ നിൻ്റെ തലയിൽ പപ്പടം വെച്ച് ഉടയ്ക്കും. കൊള്ളാലോ ആൻറ്റി ചടങ്ങ്, അച്ചമ്മയോട് താങ്ക്സ് പറയണമല്ലോ ഇതുപോലെ ഒരു ചടങ്ങ് തന്നതിന് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇതേ സമയം നമ്മുടെ രേവതി പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഭാമയും രേവതിയും കൂടി ഇരുന്ന് പപ്പടം കാച്ചിയിട്ട് കുടത്തിൽ പൂവൊക്കെ വെച്ച് കെട്ടി മഞ്ഞൾ വെള്ളമൊക്കെ കലക്കി
ഇടുപ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ രേവതി ഒരു വരവ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി വരുന്നു. രേവതി വന്നപ്പോഴത്തേക്കും ഈ കുടവായിട്ട് രേവതി വരുമ്പോൾ നമ്മുടെ സച്ചി വെളിയിൽ വന്ന് വണ്ടി നിർത്തുന്നു. സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. കിടിലൻ വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. മിസ് ചെയ്ത് കളയാതെ എല്ലാ വിശേഷവും നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദുയുടെയും വിശേഷമുണ്ട്. അതും കാണാൻ മറക്കരുത്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.